ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഗായകന്മാരടക്കമുള്ള ആളുകൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പോസ് ചെയ്യുന്നവന്മാർ വരെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരുത്തരാണ് എന്റെ കാസറ്റ് എന്ന് പറയുന്നത്. ഇവനാണ് ഈ എക്സ്പോസിങ് പരിപാടി ഇൻസ്റ്റാഗ്രാമിലോട്ട് ഇത്ര റീച്ചിലോട്ട് എത്തി വൈറലായ മെയിൻ വ്യക്തി. അങ്ങനെ ഇവൻ പല ആൾക്കാരെയും എക്സ്പോസ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഇവൻ തന്നെ സ്വയം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ഇവന്റെ കൂട്ടുകാരൻ തന്നെയാണ് ഇവനെ എക്സ്പോസ് ആക്കിയത്. അതാണ് വേറെ കോമഡി. അപ്പം മൊത്തത്തിൽ ഒരു എക്സ്പോസിങ് യൂണിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. ഇതിനെപ്പറ്റിയാണ് സംസാരിക്കാനുള്ളത്. സോ നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ടായിരിക്കും എന്റെ കാസറ്റ്. അബ്ദുൽ ഹക്കീം എന്നാണ് ഇവന്റെ പേര്. കോഴിക്കോടങ്ങാണ്ടാണ് ഇവന്റെ നാട്. ഇവൻ UAE-ലാണ്, കരാമയിലാണ് ഇവൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവനെ CID പൊക്കി എന്നുള്ളതാണ് ഇപ്പം നിലവിൽ അറിയാൻ പറ്റുന്നത്. ഇവനെ പറ്റി സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ ഹനാൻ ഷാ, ആന്റണി പെപ്പെ, ഇവനുമായിട്ടുള്ള പണമിടപാട്, ഈ കാര്യത്തെ പറ്റി സംസാരിക്കാനുണ്ട്. നമുക്ക് ആദ്യം ഈ ഹക്കീം ആരാണെന്ന്, ഈ ചിലപ്പോൾ യൂട്യൂബ് യൂണിവേഴ്സിലുള്ള ആളുകൾക്ക് ഈ ഹക്കീം അല്ലെങ്കിൽ എന്റെ കാസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണമെന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ എക്സ്പോസ് ചെയ്ത് കോണ്ടന്റ് ഉണ്ടാക്കി റീച്ചിലോട്ട് വന്ന ഒരുത്തനാണ് ഈ അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന എന്റെ കാസറ്റ്. ഇവന്റെ 3, 4, 5 അക്കൗണ്ട് ഓൾറെഡി പല ആളുകളും കംപ്ലൈന്റ് കൊടുത്തിട്ട് അടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇവൻ ആദ്യമായിട്ട് ശ്രദ്ധ നേടുന്നത് ബാംഗ്ലൂർ ആചാര്യ കോളേജിലുള്ള ഡ്രഗ് മാഫിയയെ പറ്റി വീഡിയോ ചെയ്ത് അത് മില്യൺസ് ഓഫ് ആളുകൾ കണ്ടു. അങ്ങനെയാണ് ഇവന്റെ വീഡിയോസ് ആളുകളിലോട്ട് എത്തുന്നത്. ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പരിപാടി എന്താണ്? എക്സ്പോസിംഗ് ആണ്. ആളുകളെ എക്സ്പോസ് ചെയ്യുക, സെലിബ്രിറ്റീസിനെ എക്സ്പോസ് ചെയ്യുക, ഇവർ ചെയ്യുന്നിട്ടുള്ള തൊട്ടിത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരിക. നമ്മൾ അത് മാത്രമേ കാണുന്നുള്ളൂ. ഇവൻ എക്സ്പോസ് ചെയ്യുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കഥകളൊന്നും നമ്മൾ കാണുന്നില്ല. ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഓരോരുത്തരെ എക്സ്പോസ് ചെയ്യും, എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ അടിക്കലാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അതും 1, 2 ലക്ഷം ഒന്നുമല്ല, 10, 15, 25, 50 ഈ രീതിയിലാണ് പോകുന്നത്. മനസ്സിലായോ? ഇവൻ ഒരുപാട് ആളുകളെ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ, സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളെ, അല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ, പല കമ്പനികളെ, അങ്ങനെ ഒരുപാട് ആളുകൾ എക്സ്പോസ് ചെയ്യുന്ന തരത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇവൻ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാറുണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണെന്ന് വിചാരിക്കാം. പക്ഷെ ഇതല്ല, ഭീഷണിപ്പെടുത്തി പടം തട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ ഈ മറ്റേ തേൻകടി എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലത്തെ വേറൊരു പരിപാടിയാണിത്. യവൻ വന്നതിന് ശേഷം കുറെ ആളുകൾ ഈ എക്സ്പോസിംഗ് രംഗത്തോട്ട് കടന്നു വന്നു. വേറൊരുത്തരുണ്ട്, എന്റെ പേരുള്ള അനന്തു സുൽജിത്ത് എന്ന് പറഞ്ഞ ഡ്രേക്ക് റമോറെ എന്നും പറഞ്ഞിട്ട് അക്കൗണ്ടുമായിട്ട് നിൽക്കുന്ന ഒരുത്തൻ. അവനാണ് ഇപ്പൊ യവനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വന്നത്. അതുപോയിട്ട് വേറെ സോൾജിയർ എന്നും പറഞ്ഞ് വേറൊരുത്തൻ, അഖിൽ എന്ന് പറയുന്ന ഒരുത്തൻ വന്നിട്ടുണ്ട്. അവനെ നാട്ടുകാർ എക്സ്പോസ് ചെയ്ത് വിട്ടു. ഇവന്മാരെന്നെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വരും, അവസാനം ഇവന്മാർ എക്സ്പോസ് ആവും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. എന്തിനു കൂടുതൽ പറയണം, നമ്മുടെ ഫസ്മിന സാക്കിർ വരെ ഇടയ്ക്ക് ഞാൻ എക്സ്പോസ് ചെയ്യുന്ന ആളാണെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവസാനം ചേച്ചിയുടെ അവസ്ഥ അറിയാമല്ലോ, എക്സ്പോസ് ആക്കി വിട്ടു നമ്മൾ. അപ്പൊ ഇവന്റെ എക്സ്പോസിംഗ് പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഒരു 5 മാസം പുറകിലോട്ട് പോകണം. ആന്റണി വർഗീസ് പെപ്പെ, സിനിമ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഓക്കെ, ഇവന്റെ കുറെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ചിട്ട് ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ തുടങ്ങി. ഇവന്റെ സ്റ്റോറി വ്യൂ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് ആൾക്കാർ കാണുന്നത്. 27 മണിക്കൂർ അത് കിടക്കാൻ തുടങ്ങി പോലും ഒരുപാട് ആൾക്കാർ ഇത് കാണും. അന്നേരം ഇവൻ ഇങ്ങനെ നിരന്തരമായിട്ട് ഇവനെ അഗൈൻസ്റ്റ് സ്റ്റോറി ഇടുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് വെച്ചതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ സ്റ്റോറികൾ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ കാട്ടാളൻ സിനിമ റിലീസ് ആവുന്ന സമയത്താണ്. ഇവന്റെ സ്റ്റോറി ആയിരുന്നില്ല, ഇവൻ പോസ്റ്റ് ആയിട്ട് ഈ ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിടുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളെല്ലാം അവന്റെ അക്കൗണ്ടിൽ നിന്ന് മാറി. അക്കൗണ്ടിൽ പിന്നെ സാധനങ്ങളൊന്നും ഇല്ല. ഇതിന്റെ പിന്നാമ്പുറത്ത് കിടന്ന കഥകളെ പറഞ്ഞുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ എക്സ്പോസിംഗ് രംഗത്തുള്ള വേറൊരു എക്സ്പോസ് ചെയ്യുന്ന മഹാൻ, ഈ എക്സ്പോസിംഗ് രംഗത്തുള്ള ഇവന്റെ തന്നെ കൂട്ടുകാരനായിരുന്ന വേറൊരുത്തൻ, അവനാണ് അനന്തു. അവൻ ഇവനെതിരെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് വന്നു. മീറ്റ് ഹനാൻ ഷാ, മീറ്റ് എന്റെ കാസറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് വന്നു. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. മീറ്റ് ഹനാൻ ഷാ, അബ്ദുൽ ഹക്കീം ആൻഡ് ഷരീഫ് മുഹമ്മദ്. This video is not a defamation. This video talks about serious allegations. ഇതാണ് ഉമറുടെ മെയിൻ പരിപാടി, അലിഗേഷൻസ്. കൂടുതലും പ്രൂഫ് ഒന്നും വെക്കാറാണ് ഈ എന്റെ കാസറ്റ് അടക്കമുള്ള ആളുകൾ ഓരോരുത്തർക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. പറയുന്നതിൽ സത്യം ഉണ്ടായിരിക്കും. ചിലപ്പം പ്രൂഫിന് വേണ്ടിയിട്ട് യവൻ തന്നെ പല വീഡിയോസിനകത്തും യവൻ തന്നെ വോയിസ് മാറ്റിയിട്ട് പെണ്ണുങ്ങളുടെ സ്വരത്തിൽ സംസാരിച്ച് പ്രൂഫ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഇമറയിലുണ്ട്. അപ്പൊ ഇമറുടെ വീഡിയോ കാണാൻ ഒരു രസമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ BGM കയറ്റും. മറ്റേ പണിക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് കൂടുതൽ വിടാറ്. മറ്റേ സിനിമയുടെ നമ്മുടെ കല്യാണി പ്രിയദർശൻ വാമ്പേറായിട്ടുള്ള സിനിമ, പേരെന്താണ്, ലോകയ്ക്കകത്ത് ഇതിനകത്തുള്ള 1-2 സിനിമകൾക്കകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഉമറുടെ മെയിൻ സാധനം. ഇതൊന്നും ഇല്ലായിരുന്നു ഇവനൊക്കെ എന്തോ ചെയ്തേനെ എന്തോ. അപ്പം ഇത് ഇട്ടോണ്ടാണ് ഉമ്മാര് പരിപാടി നടത്തുന്നത്. പിന്നെ കുറെ AI ഇമേജസും കാണും ഇതിനകത്ത്. ഇതാണ് മെയിൻ. ഇത് കാണുമ്പോൾ ഒരു ചന്തമൊക്കെ ഉണ്ട്. അപ്പൊ ആളുകൾ കൺവിൻസിങ്, എന്തൊക്കെയോ വലിയ സാധനമാണ് എന്നും പറഞ്ഞ് കാണും. എന്താണെങ്കിൽ ഇത് ഹനാൻ ഷായുടെ എന്റെ കാസറ്റിന്റെ വീഡിയോ കാണാൻ നമുക്ക് ഇവൻ പറയുന്നത് ബ്ലാക്ക്മെയിലിംഗ്, എക്സ്റ്റോർഷൻ ആൻഡ് ഹവാല മണി ട്രാൻസ്ഫേഴ്സ്. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു, ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു.
അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹക്കീമിന് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തില് എഴുതി തന്ന നീ ഇതേപോലെ വോയിസ് അയക്കണം, ഞാൻ അതേപോലെ തന്നെ ഇനിയൊരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, ഞാനും എന്താ വിചാരിക്കുന്നത് പൈസ വാങ്ങിക്കത്തില്ല, നമ്മൾ അങ്ങനെ മൈൻഡിൽ പോലും പോകുന്നില്ല ഇങ്ങനെ ഒരു അപ്പൊ സംഭവം. ഈ ഹക്കീം പറഞ്ഞ സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു ഓൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവനെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഹനാൻ ഷാന്റെ ഫ്രണ്ട് അല്ലേ ഈ സവാദ്? അങ്ങനല്ലേ എനിക്ക്? അതെ അല്ലേ? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്ന ഒരു 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു, ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്തുനിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്ന വൈറ്റ് മണിയാണ്. പക്ഷെ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അപ്പം ഇതാണ്, ഇവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ഈ പറയുന്ന അനന്തു സുൽജിത്തും ഒക്കെ ഒരു സമയത്ത് ഭയങ്കര മച്ചാന്മാരായിരുന്നു. ഇവരെല്ലാം കൊളാബ് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ടീംസാണ്. എന്തുകൊണ്ടളി എന്നൊക്കെ പറഞ്ഞ് വലിയ ചങ്ങാതിമാരായിരുന്നു. ഇപ്പൊ അടിച്ച് പിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അന്നേരം ഇവൻ വന്നിട്ട് ലവനെ എക്സ്പോസ് ആക്കി. ഇതാണ് സംഭവം. ഇനി ഇവൻ എന്നാണ് എക്സ്പോസ് ആവുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. ഇപ്പൊ ഈ വീഡിയോ ചെയ്തവനുണ്ടല്ലോ, ഇവനും താമസിക്കാതെ ഉടനെ എക്സ്പോസ് ആവുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. അതിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണല്ലോ അതിന്റെ ഒരു പാറ്റേൺ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ആന്റണി പെപ്പയും ഒരു പെങ്കൊച്ചുമായിട്ടുള്ള പരിപാടി ഇടപാട്. ആന്റണി പെപ്പ ഈ പെണ്ണിനെ ഉപയോഗിച്ചു എന്നും പറഞ്ഞിട്ട് ആ പെണ്ണ് FIR കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നും പറയുന്നുണ്ട്. കാര്യം അത് FIR ആയിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ അറിയേണ്ടതാണ്. ഒരു രീതിയിലുള്ള ന്യൂസും ഒന്നും ആയിട്ടില്ല. ഇതുപോലുള്ള കുറെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇവന്മാർ മാത്രമാണ് ഇതിന്റെ ന്യൂസ് ചെയ്തിട്ടുള്ളത്. ഹനാൻ ഷാ ഇതിനകത്ത് എങ്ങനെ വെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാട്ടാള സിനിമയ്ക്കകത്ത് ഹനാൻ ഷാ ഒരു മികച്ച റോള് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ സിനിമ ഇറങ്ങിയ സമയത്താണ് യവൻ 5 മാസം മുമ്പ് ഉണ്ടായ ചാറ്റും കാര്യങ്ങളും ഒക്കെ പിന്നെയും കുത്തിപ്പൊക്കി ഇട്ടത്. മെയിൻ നടനെതിരെ, അതിനകത്ത് ഈ സിനിമയുടെ ലീഡ് റോളായിട്ട് അഭിനയിച്ചിരിക്കുന്ന നടനെതിരെ ഇങ്ങനൊരു അലിഗേഷൻ വരുന്ന സമയത്ത് അത് സിനിമയെ നല്ല രീതിയിൽ ബാധിക്കും. അതിന്റെ OTT കച്ചവടത്തിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് ഷെരീഫ് 25 ലക്ഷം രൂപ കൊടുത്ത് ഈ പരിപാടി ഒതുക്കിയെന്നാണ്. ഈ 25 ലക്ഷം രൂപ പോയിരിക്കുന്നത് ആന്റണി പെപ്പയുടെ റെമ്യൂണറേഷനിൽ നിന്നാണെന്നാണ്. സായി ആണല്ലോ ഇതിന്. സായി എവിടെ നോക്കിയാലും സായി ഉണ്ട്. എവിടെ എന്ത് പരിപാടി നടന്നാലും സായി അതിനകത്തുണ്ട്. ഓക്കെ, ഇപ്പൊ സായിയുടെ വീഡിയോയിൽ നിന്ന് സായി പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. അപ്പം ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്ന വ്യക്തിയാണ് ഹനാൻ ഷാ. ഈ എന്റെ കാസറ്റും ഈ ആന്റണി പെപ്പയുടെ ടീമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു കോമൺ ഫാക്ടർ ഹനാൻ ഷായാണ്. ഹനാൻ ഷായുടെ ആദ്യത്തെ പടമാണ്. അവിടുന്നും പ്രഷർ, ഇവിടുന്നും പ്രഷർ. മേ ബി ആ പ്രഷറിന്റെ പുറത്തായിരിക്കണം ഹനാൻ ഷാ താൻ പൈസ അവന് എത്തിച്ചു കൊടുക്കാം എന്നുള്ള കാര്യം ഏറ്റത്. ഹനാൻ ഷാ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറിപ്പൊക്കെ ഇട്ടുണ്ട്, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. വോട്ടെവർ, എന്ത് പ്രഷർ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പാടുണ്ടോ ഹനാനെ? അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യവന്റെ മേളിൽ ഈ പറയുന്ന പൈസ തട്ടിപ്പിന്റെ ഒരു ആരോപണം വന്നു. പക്ഷെ തെളിവൊന്നും പ്രോപ്പറായിട്ടില്ല. 1-2 ബാങ്കിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇവൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഈ അടുത്തിടെയായിട്ടാണ് ഈ എന്റെ കാസറ്റ് കിക്ക് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ തൊപ്പിയൊക്കെ സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ലൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവനകത്ത് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റി ഈ എന്റെ കാസറ്റിന്. ഇവൻ ലൈവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫോണിനത് ലൈവ് ഓഫ് ആക്കി. പക്ഷെ ലാപ്പിനകത്ത് ലൈവ് ഓഫ് ആക്കാൻ മറന്നുപോയി. അത് കൃത്യമായിട്ട് ഇവൻ ലൈവ് ഓഫ് ആയി എന്നും പറഞ്ഞതിന് ശേഷം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൃത്യമായി ആളുകൾ മൊത്തം കണ്ടു. ഇവൻ അവിടെ നിന്ന് കല്ല് വലിക്കുന്ന വീഡിയോ മൊത്തം ലൈവിനകത്ത് നാട്ടുകാർ കണ്ടു. ഇത് വൈറലായി. ഇപ്പൊ നാട്ടുകാരെ മൊത്തം ഓടി നടന്ന് എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്ന ഇവൻ സ്വയം എക്സ്പോസ്ഡ് ആയി. അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ എക്സ്പോസിങ് അവന്റെ തന്നെയാണ്. അവന്റെ ഒരു ഡെസ്റ്റിനി നോക്കണേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അല്ല, വാളെടുത്തവൻ വാളാലെന്ന് പറയുന്ന റൂട്ട് അവൻ എക്സ്പോസ് ചെയ്യാൻ നടന്ന് നാട്ടുകാരെ മൊത്തം അവൻ എക്സ്പോസ് ചെയ്തു. എന്നിട്ട് അവസാനം അവൻ തന്നെ എക്സ്പോസ് ആയി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ആന്റണി പെപ്പയുടെ ഒരു കേസ് കെട്ട് മാത്രമാണെന്ന്. ഇത് ഒരു കേസ് കെട്ട് മാത്രമല്ല. ഇവൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പരിപാടി, ഒരു മോസ്റ്റ് ഓഫ് ദ ആളുകളുടെ കയ്യിൽ ഇവൻ പൈസ മേടിച്ചിട്ടുണ്ട്. ബിഗ് നെയിംസ് ഞാൻ എടുത്തു പറയുന്നില്ല, കാര്യം നമ്മുടെ ഈ തെളിവില്ല. അതുകൊണ്ട് ഇവൻ ചെയ്തിട്ടുള്ള ബിഗ് നെയിംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പല ആളുകളുടെയും പേര് കിട്ടും.
പല ആളുകളുടെയും പേര് കിട്ടും. ഇതിനകത്ത് വേറൊരു വശമുണ്ട്. ആ വ്യക്തികൾ ഇവന് പൈസ കൊടുക്കണമെങ്കിൽ അവർ തെറ്റ് ചെയ്തതുകൊണ്ടാണ്, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവന് പൈസ കൊടുക്കുന്നത്. ഇവൻ അവരെ ചൂഷണം ചെയ്യുന്നു. സത്യത്തിൽ ഇവിടെ രണ്ടും ക്രൈം തന്നെയാണ്. അപ്പൊ നിലവിൽ ഇവനെ വിളിച്ച്, ഈ അനന്തു എന്ന് പറയുന്നവനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്ന പറയുന്ന എന്റെ ജീവൻ നശിച്ചു അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് സായി വിളിച്ച് കരഞ്ഞെന്ന് പറയുന്നു. സീക്രട്ട് ഏജന്റ് എടുത്ത് പറഞ്ഞത് ഈ അനന്തു സുൽജിത്ത് ഇവനെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കാരണം അവൻ മനോവിഷമം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെയുള്ള കല്ല് വലിച്ചു എന്നാണ് അവൻ പറയുന്നത്. നിലവിൽ ഇവനെതിരെ ഓൾറെഡി കുറെ കേസ് ഉണ്ട്. കേരളത്തിലും അകത്തും പുറത്തും ഒക്കെ ആയിട്ട് കുറെ 10-16 കേസുകളും കണ്ടിട്ടുണ്ട്. ഇവൻ ഓൾറെഡി ഈ പറയുന്ന UAE CID നോട്ടപ്പുള്ളിയാണ്. ഇവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്നതാണ്. ഇങ്ങനെ ഒരു സാധനം പുറത്തോട്ട് വന്നപ്പോൾ ഇവൻ നാട് വിടാൻ നോക്കി. രക്ഷപ്പെടാൻ നോക്കുന്നതിനിടയിൽ CID ഇവനെ പൊക്കി. ഇവനിപ്പോ കസ്റ്റഡിയിലാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തോട്ട് വരുന്നത്. ആ വാർത്തക്ക് എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് നോ ഐഡിയ. കാര്യം ഒരു വിശ്വാസം വരുന്ന ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് ഒരു വാർത്ത വന്നിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും ഇവനെ പൊക്കിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഈ ഹനാൻ പെപ്പെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം. ഇതിനകത്ത് ഹനാൻ ഇതുവരെ വായാൽ പറഞ്ഞ് ഒരു മറുപടിയായിട്ട് വന്നിട്ടില്ല. ഹനാൻ ആകെ കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഹനാന്റെ ഒരു റിപ്ലൈ. പക്ഷെ അത് അത്ര കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതുമില്ല. ഹനാന്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നമുക്ക് വായിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്കെതിരെ ഏതാനും കുറച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്ന് അഭിനേതാവുമായി ബന്ധപ്പെട്ട കളവായും കൃത്രിമമായും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. ഓക്കെ, ഹനാനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. ഈ ഇട്ടിട്ടുള്ള വീഡിയോകളിൽ ഞാൻ ഒരു അഭിനേതാവിന്റെയും പൈസ എക്സ്റ്റോർട്ട് ചെയ്തതായും അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയത്തിൽ മീഡിയേറ്റ് ചെയ്തതുമായി പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ കളവായി ഉന്നയിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ പറയുന്ന അഭിനേതാവും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ എന്റെ കാസറ്റ് ഹക്കീം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട സ്റ്റോറിയിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തതായി എന്നോട് പറയുന്നത്. അന്ന് ആ സിനിമയിൽ എന്റെ കാസറ്റ് ഹക്കീം ഫോളോ ചെയ്തിട്ടുള്ള വ്യക്തിയെ ഞാൻ മാത്രമായതുകൊണ്ടും അഭിനേതാവും അദ്ദേഹത്തിന്റെ മാനേജറും ഹക്കീമിനെ ബന്ധപ്പെടാൻ സാധിക്കാത്തതിലുമാണ് അഭിനേതാവ് എന്റെ കാര്യം അറിയിച്ചത്. ഓക്കെ, ഈ അഭിനേതാവ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആന്റണി പെപ്പയുടെ സിനിമ കാട്ടാളം മൂവിയിൽ ഹനാനും അഭിനയിക്കുന്നുണ്ട്. അപ്പം എന്റെ കാസറ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ ഇവര് ശ്രമിച്ചു, പറ്റുന്നില്ല. അതുകൊണ്ട് ഹനാനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഹനാൻ ഇതിനകത്തോട്ട് വന്നതെന്നാണ് ഹനാന്റെ വാദം. ബാക്കി കേൾക്കാം. ആ സമയത്ത് അഭിനേതാവും അവരുടെ മാനേജറും ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹക്കീമിനെ ബന്ധപ്പെട്ടതും ഹക്കീം ആവശ്യപ്പെട്ട പ്രകാരം 25 ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറി ഡിലീറ്റ് ചെയ്യാമെന്നും മേൽപ്പറഞ്ഞ സ്ത്രീ പരാതി പിൻവലിക്കുമെന്നും മേലിൽ പരാതിയുമായി മുന്നോട്ട് പോകില്ല എന്നും മേലിൽ ഇതിനെ സംബന്ധിച്ച് സിനിമയോ സംബന്ധിച്ച സ്റ്റോറി അല്ലെങ്കിൽ പിന്നീട് ഒരു പോസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ ആ വിവരം അഭിനേതാവിനെ അറിയിച്ചിട്ടുള്ളതും അവർ സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ നേരിട്ടും ബാക്കി 15 ലക്ഷം രൂപ എടപ്പാൾ സ്വദേശത്ത് നൽകാൻ സാധിക്കാത്തതിൽ ഹക്കീമിന്റെയും അഭിനേതാവിന്റെയും മാനേജറുടെ നിർദ്ദേശപ്രകാരം എന്റെ സുഹൃത്തായ എടപ്പാൾ സ്വദേശി സവാദിന്റെ അക്കൗണ്ട് വഴി നൽകേണ്ട സാഹചര്യം ഉണ്ടായി. ആ സാമ്പത്തിക ഇടപാടിൽ ഇതല്ലാതെ എനിക്ക് വേറൊരു പങ്കുമില്ല. എന്തുവാ ഹനാനെ? അപ്പം ഹനാൻ പറഞ്ഞു വന്ന പ്രകാരം ആന്റണി പെപ്പയുടെ ഈ സ്റ്റോറി, ഈ സ്ത്രീയുമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളും ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ ഹക്കീം ആവശ്യപ്പെടുകയും പെപ്പെ വന്ന് പറഞ്ഞു ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്, ഇതിനകത്ത് പെപ്പെ നിരപരാധിയാണ് എന്ന് പെപ്പെ പറഞ്ഞെന്ന് പോലും. അതുകൊണ്ട് നിരപരാധിയായിട്ടുള്ള പെപ്പെ 25 ലക്ഷം രൂപ കൊടുത്ത് ഇത് ഒതുക്കാൻ ശ്രമിക്കുന്നു. ആര് വഴി? ഹനാൻ വഴി. ഇപ്പം ഹനാൻ ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്നുള്ള കാര്യം, എന്ന് വെച്ചാൽ ഒരു പെണ്ണ് കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്നുള്ള കാര്യം ഹനാൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് എനിക്ക് മനസ്സിലാവുന്നതാണ്. 25 ലക്ഷം രൂപ ഹനാൻ തന്റെ ഫ്രണ്ട് ഹക്കീമിന് എത്തിച്ചു, അക്കൗണ്ട് വഴിയും അല്ലാതെയും എത്തിച്ചു. അന്നേരം ഹനാൻ കൃത്യമായി ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ള ലവ്മാര് വന്ന് പറഞ്ഞത് ഇതേ സാധനം തന്നെയാണ്. ഹനാൻ മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. വേറെ ഒരു അലിഗേഷനും ഹനാന്റെ മുകളിൽ വന്നിട്ടില്ല. പെണ്ണ് കേസ് ഒതുക്കാൻ വേണ്ടി ഹനാൻ മീഡിയേറ്റർ ആയിട്ട് നിന്നു, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണെന്ന് ഹനാൻ തന്നെ പറഞ്ഞു. മേ ബി നിങ്ങളുടെ ഗതികേട് കൊണ്ടായിരിക്കും നിങ്ങൾ അത് പെട്ടുപോയത്. വാട്ട് എവർ, ഒരു കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മീഡിയേറ്റിംഗ് വഹിക്കുക എന്ന് പറയുന്നത് തൊട്ടിത്തരം തന്നെയാണ്. ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഹനാനെ. മേ ബി നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് അവർ പറ്റിച്ചതായിരിക്കാം. വാട്ട് എവർ, ചെയ്തത് തെറ്റാണ്. നമുക്ക് നിലപാടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് പറയാം, എനിക്ക് ഈ പരിപാടി, ഇമാതിരി പരിപാടിക്ക് ഞാൻ നിൽക്കില്ല എന്ന് തുറന്ന് പറയാം. ഐ ഡോണ്ട് നോ എന്തുകൊണ്ട് ഹനാൻ അങ്ങനെ ചെയ്തു എന്ന് നോ ഐഡിയ. ഓക്കെ, എഴുതിയേക്കുന്ന ബാക്കി വായിക്കാം. ഈ സാമ്പത്തിക ഇടപാടിലെ പൈസ ഞാൻ ഹക്കീമുമായി ചേർന്ന് എക്സ്റ്റോർട്ട് ചെയ്തതായി അഭിനേതാവിന്റെ ഇതുവരെ ഒരു പരാതിയുമില്ല. അങ്ങനെ ആരോപണം ആരും ഇവിടെ നടത്തിയിട്ടില്ല. അദ്ദേഹവും ഞാനും ഇപ്പോഴും നല്ല ബന്ധത്തിലാണ്. നിരപരാധിയായി എന്നെ ക്രൂശിക്കാനും കരിവാരി തേക്കാനുമാണ് കളവായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിപ്പോ ഹനാന്റെ പേരിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് ഹനാൻ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്.
അതിനേക്കാൾ കൂടുതൽ എന്ത് ഞങ്ങളുടെ സിനിമയുടെ പ്രൊഡ്യൂസറായ നിരപരാധിയായ ഷെരീഫിക്ക ആവശ്യമില്ല സിനിമയെ വലിച്ചിട്ടുള്ളതാണ്. ഈ ഷെരീഫ് അഹമ്മദാണ് പൈസ കൊടുത്തതാണ് സായി പറയുന്നത്. ആന്റണി പെപ്പയുടെ റെമ്യൂണറേഷനിൽ നിന്ന് കട്ട് ചെയ്ത 25 ലക്ഷം രൂപയാണ് ലെവൻ കൊണ്ട് കൊടുത്തത്. അപ്പം ഷെരീഫ് അഹമ്മദ് ഇതിന്റെ പാർട്ടാണ്. അതുപോലെ എന്റെ നിർദ്ദേശപ്രകാരം ഇതിൽ ഇടപെട്ട എന്റെ സുഹൃത്തായ സവാദിനെയും ആവശ്യമില്ലാതെ ആര് വലിച്ചഴിച്ച് സവാദിന്റെ അക്കൗണ്ടിലോട്ടാണ് പോയത്. സവാദ് ത്രൂവാണ് പൈസ കൊടുത്തത്. ആവശ്യമില്ലാതെ സവാദ് ഇതിനകത്ത് എങ്ങനെ വന്നു? സവാദ് ഇതിനകത്ത് പാർട്ടാണ്. ഇത് എന്താണ് ഇത് ആരെഴുതിയോ തന്നത് നിങ്ങൾക്ക്? എനിക്കെതിരെ കളവായും കൃത്രിമമായി കോണ്ടന്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും. വാട്ട് എവർ ഇനി ഇതിൽക്കുള്ള തെളിയിക്കാനൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അതിനകത്ത് മീഡിയേറ്റീവ് വഹിച്ചിട്ടുണ്ടെന്ന്. ഇനി കൂടുതൽ എന്ത് തെളിയിക്കാൻ? ഹക്കീം ആവശ്യപ്പെട്ട പ്രകാരം 25 ലക്ഷം രൂപ ഹനാൻ ത്രൂ ഹക്കീമിന് കൈമാറി എന്ന് ഹനാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഹക്കീം പൈസ മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒരു ലോജിക്ക് വെച്ച് സംസാരിക്കുകയാണ്. ഇതിനകത്ത് ഈ ആന്റണി പെപ്പെ കുറ്റമൊന്നും ചെയ്തില്ലെങ്കിൽ എന്തിന് ആന്റണി പെപ്പെ അവർക്ക് പൈസ കൊടുക്കണം? ആ ഒരു ചോദ്യം ഹനാൻ ചോദിച്ചില്ലേ? അപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് അവര് നിങ്ങളെ കൺവിൻസ് ചെയ്തത്? അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണമാണ്. ഇതൊരു വിവാദമായി കഴിഞ്ഞാൽ സിനിമയെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടാണോ? നമ്മൾ ഇതിനു മുമ്പ് പല നടന്മാർക്കെതിരെ സ്ത്രീകൾ ഈ പറയുന്ന പോലുള്ള അലിഗേഷൻസുമായിട്ട് മുന്നോട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. പല ആളുകളും ഒളിച്ചോടി പോകുന്നത് കണ്ടിട്ടുണ്ട്. നിവിൻ പോളി അടക്കമുള്ള ആളുകൾ ധൈര്യം അറ്റ് ദ സെയിം ഡേ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഒരു അലിഗേഷൻ വന്നിരുന്നെങ്കിൽ ആന്റണി പെപ്പയ്ക്ക് ഉറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആന്റണി പെപ്പ അങ്ങനെ നിന്നനെ, ഇവനെതിരെ സംസാരിച്ചേനെ, ഇവനെ പൈസ കൊടുത്ത് ഒതുക്കാൻ നോക്കില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സിനിമയ്ക്കല്ലേ ഒന്നുകൂടെ പ്രൊമോഷൻ കിട്ടുന്നത്? എനിക്കറിയില്ല, സ്റ്റിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഹനാനെ എന്ത് കള്ളം പറഞ്ഞിട്ടാണ് അവര് അത് വിശ്വസിപ്പിച്ചതെന്ന് സീരിയസ്ലി മനസ്സിലാവുന്നില്ല. ആൻഡ് വൺ മോർ തിങ്, ഇതിനകത്ത് വന്നു പോയിട്ടുള്ള ലേഡി ഉണ്ട്. ഇവള് ലോക ഉടായ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി അവളൊരു മറ്റേതായിരിക്കണം. ഇവളും ഹക്കീമിനോട് നടത്തിയ പ്ലാൻ ആയിരിക്കണം. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവളിത് ആദ്യം എന്ന് പറയുന്നത് ഹക്കീമിന്റെ അടുത്താണ്. ഹക്കീം പറഞ്ഞിട്ടാണ് ഇതൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുന്നത്. ഈ പെണ്ണ് ഇവക്ക് ഇത് കേസാക്കണമെങ്കിൽ എന്തിനാ ഹക്കീമിന്റെ അടുത്ത് എന്ന് പറയണം? ഇവക്ക് കേസായിട്ട് മുന്നോട്ട് പോയാൽ പോരെ? ഹക്കീം പറയുന്ന അനുസരിച്ചിട്ട് ഇവൾ എന്തെങ്കിലും തുള്ളിച്ചാടാൻ നിൽക്കണം? അന്നേരം ഇതെല്ലാം ഇതിനകത്ത് നന്മയെന്ന് പറയുന്ന ഒരു ഫാക്ടറേ ഇല്ല. വന്നവനും നിന്നവനും പോയവനും എല്ലാം ലോക ഉടായ്പകള്. പണം മേടിച്ചവൻ, പണം കൊടുത്തവൻ, ഇതിനകത്ത് ആരോപണം ഉന്നയിച്ചവൻ, കൂടെ കിടന്നവള്, എല്ലാം ലോക ഉടായ്പകള്. ഇതിനകത്ത് ഇവനെയൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വന്നവന്മാര് വരെ ഉടായ്പകളാ. അത് കൺഫേം ആണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവനെയൊക്കെ എക്സ്പോസ് ആയിക്കൊണ്ട് വന്നവന്മാര് നാളെ എക്സ്പോസ് ആവും. ആൻഡ് ഹക്കീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോ ഐഡിയ. ഹക്കീം മിക്കവാറും അവനെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലോട്ട് വിട്ടയക്കുമായിരിക്കും. നീ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നീ തീർന്ന്. ഇവന് ജീവനോടെ പിന്നെ പോകാൻ പറ്റുന്ന സംശയമാണ്. നീ അതിനേക്കാൾ നല്ലത് നീ അവിടുത്തെ ജയിലിൽ വല്ലതും കിടക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. നീ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവനെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ മരട് അനീഷ് തൂക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഹക്കീം ഈ ഒരു ഇഷ്യൂ അനന്തു സുൽജിത്ത് പുട്ട് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹക്കീം കോർത്തോണ്ടിരുന്നത് മരട് അനീഷുമായിട്ടാണ്. മരട് അനീഷിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. മരട് അനീഷിനെ അറിയാലോ, പ്രമുഖ ഗുണ്ട, സെലിബ്രിറ്റി ഗുണ്ട. മിക്കവാറും ഹക്കീം നാട്ടിലോട്ട് വരുവാണെങ്കിൽ അവൻ ഇവനെ തീർക്കും. അങ്ങനെ പല പരിപാടികളും ഇതിനകത്തുണ്ട്. ഇത് ചെറിയൊരു യൂണിവേഴ്സ് അല്ല ഗൈസ്. നമ്മൾ കാണുന്ന പോലുള്ള ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന 1-2 മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ അല്ല. ഇതിനെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ ഇതുകൊണ്ടൊന്നും തീരൂല. 1 മിനിറ്റിലോ 2 മിനിറ്റിലോ തീരൂല. മണിക്കൂറുകളുള്ള ഇതിനെ പറ്റി സംസാരിക്കണം. അത്രയും വലിയൊരു മാഫിയ യൂണിവേഴ്സ് ആണിത്. ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ. ഈ ഹക്കീം എന്ന് പറയുന്നവൻ എത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്താണെങ്കിലും നന്നായി. അവൻ എക്സ്പോസ് ആവേണ്ടവനാണ്. അവൻ എക്സ്പോസ് ആവുന്നതിന്റെ ഏറ്റവും പീക്കായിട്ട് തന്നെ അവൻ എക്സ്പോസ് ആയി എന്നുള്ളതാണ്. നീ അത് ഡിസർവ് ചെയ്യുന്നു. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ നിന്ന് കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോ ഇട്ട്. അപ്പം ശരി.